ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന തുടരുമിറങ്ങാൻ ഇനിയും 2 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ തിയേറ്റർ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലും കാനഡയിലും നിന്നുള്ള തിയേറ്റർ ലിസ്റ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് രജപുത്ര റിലീസ് തന്നെയാണ് ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തു വിട്ടിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാമെന്നാണ് എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. UAE നിന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നു 58ഓളം സെൻറ്ററുകളിലാണ് സിനിമ ഇറങ്ങുന്നത്. അബുദാബി, ദുബായ്, ഷാർജ അങ്ങനെ റാസൽ ഖയാമ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ ചാർട്ടിംഗ് സിനിമയ്ക്ക് UAE കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഖത്തറിൽ 16ഓളം സെൻറ്ററുകളിലാണ് നമുക്ക് ഈ സിനിമ കാണാൻ കഴിയുന്നത്. കുവൈറ്റിൽ 3ഓളം സെൻറ്ററുകളിലും ഒമാനിലും 16ഓളം സെൻറ്ററുകളിലാണ് സിനിമ റിലീസുള്ളത്. ബഹ്റിനിൽ ഏറെക്കുറെ 12ഓളം സെൻറ്ററുകളിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു നല്ല ലെവലിലുള്ള ഒരു റിലീസ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് KSAയിൽ നോക്കുകയാണെങ്കിൽ 34ഓളം സെൻറ്ററുകൾ, റിയാദും ദമാമും അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങുന്നു. ആ ഒരു നീണ്ട ജിദ്ദ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമ എത്തുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ തുടരും എത്തുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ്. ഇനി കാനഡയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും നല്ല മികച്ച രീതിയിലുള്ള റിലീസ് തന്നെയാണ് നമുക്ക് കാണുന്നത്. ആരും എമ്പുരാൻ പ്രതീക്ഷിക്കരുത്. എമ്പുരാൻ പോലെ കൊട്ടിഘോഷിച്ചിട്ടുള്ള സിനിമയൊന്നുമല്ല. ഒരു സിമ്പിൾ സാധാരണ സിനിമ എമ്പുരാന് മുകളിലുള്ള വിജയം നേടാൻ പോകുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഒണ്ടാരിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം ഒരു നല്ല ലെവലിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 14ഓളം സെൻറ്ററുകളിൽ സിനിമ റിലീസുണ്ട്. അതുകൂടാതെ നമുക്ക് നോവാസ്കോഷ്യയിൽ 2ഓളം സെൻറ്ററുകളിലും സാസ്കച്ചുവനിൽ 2ഓളം സെൻറ്ററുകളിലും അതേപോലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഏകദേശം 8ഓളം സെൻറ്ററുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെയാണ് നമുക്കപ്പോൾ ആ ഒരു സ്ക്രീൻ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട്, കാനഡ മുഴുവനായിട്ടുള്ളത്. ഇതുകൂടാതെ ഇതിന് മുകളിലേക്കുള്ള തിയേറ്ററുകൾ ഇനിയും ആഡ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് തുടങ്ങാനിരിക്കുന്നു. കേരള തിയേറ്റർ ലിസ്റ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ 400-ന് മുകളിലുള്ള തിയേറ്ററുകൾ തന്നെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുക മാത്രമല്ല കൺഫേം ആയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളും. എന്തായാലും തുടരും ആളിക്കത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹൈപ്പ് ഇല്ലാതെ വരുന്ന ഒരു മോഹൻലാൽ ചിത്രം ഹൈപ്പ് ഇല്ലെങ്കിലും തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇത് ആളിക്കത്തുമ്പോൾ എന്തേ ഹൈപ്പ് കുറച്ചതെന്നുള്ള ഒരു ചോദ്യം വരരുത്. അതുകൊണ്ട് തന്നെ പറയുന്നു, തരുൺമൂർത്തി ചിത്രമാണ്. ഇതിനു മുമ്പിറങ്ങിയ തരുൺമൂർത്തിയുടെ 2 സിനിമകളും ഒന്നാന്തര സിനിമകളായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആദ്യ ദിനം തന്നെ ടിക്കറ്റ് എടുക്കാം എന്നുള്ള ധൈര്യസമേതം പറയാനുള്ള സംഭവം ഇതിലുണ്ട് എന്ന് ഉറപ്പും നൽകാം. എന്തായാലും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം. മോഹൻലാലിനും ഇങ്ങനെ ലോ ഹൈപ്പിൽ ഒരു സിനിമ ഇറക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ലാൽ സലാം.